അശ്വനി മാസത്തിലെ ആദ്യ 9 ദിവസങ്ങളിൽ, അതായത് കന്നിമാസത്തിലെ വെളുത്ത പ്രഥമ മുതൽ നവമി വരെ നീണ്ടുനിൽക്കുന്ന 9 ദിവസങ്ങളാണ് നവരാത്രി എന്ന പേരിൽ ആചരിക്കുന്നത്. രാജ്യമെമ്പാടും പല പേരുകളിലും പല ഭാവങ്ങളിലും ഈ മഹോത്സവം ആഘോഷിക്കപ്പെടുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ 9 ദിവസങ്ങളും പ്രധാനമാണെങ്കിലും ഏറ്റവും പ്രധാനം 9-ാം ദിവസമായ മഹാനവമി ദിവസം നടത്തുന്ന പുഷ്പരഥോത്സവവും കനകവർഷം എന്ന ചടങ്ങും വിജയദശമി നാളിലെ വിദ്യാരംഭവുമാണ്. ഈ ദിവസങ്ങളിൽ ധാരാളം കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും. കലകളുടെ അമ്മയായ മൂകാംബികയ്ക്ക് മുന്നിൽ നടത്തുന്ന അരങ്ങേറ്റം പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. നവരാത്രി ഉത്സവത്തിന് കൊടിയേറ്റമില്ല. പ്രഥമ ദിവസം രാവിലെ നടക്കുന്ന കലശ സ്ഥാപനത്തോടുകൂടിയാണ് നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുന്നത്. സുവാസിനി പൂജ, ചണ്ഡികാ ഹോമം തുടങ്ങിയവ ഉണ്ടാകാറുണ്ട്. അതോടെ കേരളത്തിൽ നിന്നടക്കമുള്ള ആയിരക്കണക്കിന് ഭക്തരും ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. തുടർന്നുള്ള 9 ദിവസങ്ങളിലും ദേവിക്ക് വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കുന്നു. മഹാനവമി നാളിൽ ക്ഷേത്രത്തിൽ രാവിലെ മഹാചണ്ഡികാ ഹോമവും സുവാസിനി പൂജയും വൈകിട്ട് പുഷ്പരഥോത്സവവും നടക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച പരാശക്തിയുടെ രഥം വലിക്കുന്ന ചടങ്ങ് ഭക്തരാണ് നടത്തുന്നത്. കനകവർഷം എന്ന ചടങ്ങും ഈ സമയത്ത് നടക്കുന്നു. രഥത്തിൽ നിന്നും പൂജാരി ഭക്തരുടെ നേർക്ക് പൂജിച്ച നാണയങ്ങൾ വിതറുന്ന ചടങ്ങാണിത്. മഹാനവമി ദിവസം മഹാലക്ഷ്മി ഭാവം പൂണ്ട മൂകാംബിക അമ്മ തൻ്റെ ഭക്തർക്ക് സമ്പത്തും സമൃദ്ധിയും ചൊരിയുന്നു എന്ന വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം. എല്ലാ ഭക്തരും തൊഴുതിറങ്ങിയ ശേഷം രാത്രി വളരെ വൈകി മാത്രമേ അന്ന് നടയടയ്ക്കുകയുള്ളൂ. പിറ്റേന്ന് വിജയദശമി നാളിൽ രാവിലെ 3 മണിക്ക് വിദ്യാരംഭത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നു. അന്ന് ആയിരക്കണക്കിന് കുരുന്നുകൾ മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കുന്നു. അപ്പോൾ മൂകാംബികയെ മഹാസരസ്വതി ഭാവത്തിൽ ആരാധിക്കുന്നു. ഭഗവതിയെ സ്വർണത്തേരിലും വെള്ളിത്തേരിലും എഴുന്നള്ളിക്കുന്ന ചടങ്ങുകളാണ് വിജയദശമി ദിവസത്തെ മറ്റൊരു പ്രധാന ചടങ്ങ്. വൈകിട്ട് നടക്കുന്ന വിജയയാത്രയോടെ നവരാത്രി ചടങ്ങുകൾ അവസാനിക്കുന്നു. എഴുത്തുകാരുടെയും അക്ഷരപ്രിയരുടെയുമൊക്കെ അഭയകേന്ദ്രമായാണ് മൂകാംബിക അറിയപ്പെടുന്നത്. മൂകാംബികയുടെ സന്നിധിയിൽ അക്ഷരം എഴുതിയാൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിലെത്തുമെന്നും വിജയം കൂടെയുണ്ടാകും എന്നുമാണ് വിശ്വാസം. നവരാത്രി നാളുകളിൽ ഇവിടെ അരങ്ങേറ്റം നടത്തുന്നതിനും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും കുട്ടികളും മുതിർന്നവരും ഇവിടെ എത്തുന്നു.